മുത്തച്ഛ, ഈ പ്രാവശ്യം വിഷുവിന് എന്താ പരിപാടി? അതല്ല, വിഷുവായിട്ട് പടക്കം വാങ്ങണ്ട. ഈ വരുന്ന ഏപ്രിൽ 3-ന് ചേലക്കര തോന്നൂർക്കരയിൽ റോയൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഈ പ്രാവശ്യം വിഷുവിന് നമ്മൾക്ക് അവിടെ നിന്നും ആവാം. വിധിയെഴുതാൻ മണിക്കൂറുകൾ ശേഷിക്കെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ മുന്നണികളുടെ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ വോട്ടിംഗ് ശതമാനം ഒന്ന് പരിശോധിക്കാം. ചുവപ്പിന്റെ കോട്ടയായി അറിയപ്പെടുന്ന ചേലക്കരയിൽ LDFന് വോട്ട് ശതമാനം കുറഞ്ഞിരിക്കുകയാണ് എന്ന കാര്യം തെരഞ്ഞെടുപ്പ് വേളയിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. 2021 തെരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് കുറവാണ് വന്നിരിക്കുന്നത്. 2021 തെരഞ്ഞെടുപ്പിൽ കെ രാധാകൃഷ്ണൻ 83,415 വോട്ട് നേടി വിജയിക്കുമ്പോൾ വോട്ടിംഗ് ശതമാനം 54.41 ആയിരുന്നെങ്കിൽ 2024 ഉപതെരഞ്ഞെടുപ്പിൽ 41.44 ശതമാനം. 2024 ഉപതെരഞ്ഞെടുപ്പിൽ 41.44 രേഖപ്പെടുത്തിയിരിക്കുന്നത്. 64,827 വോട്ടിനാണ് 2024 ഉപതെരഞ്ഞെടുപ്പിൽ UR പ്രദീപ് വിജയിച്ചത്. അതേസമയം UDFന്റെയും BJPയുടെയും വോട്ടിൽ വർധനവ് വന്നിട്ടുണ്ട്. 28.71% കോൺഗ്രസ് വോട്ട് 2024 33.64 വർദ്ധിച്ചിട്ടുണ്ട്. BJPയുടേത് 15.68 നിന്നും 2024 എത്തുമ്പോൾ 21.49%. അതേസമയം SIR ലിസ്റ്റിൽ ആബ്സെന്റ്, ഷിഫ്റ്റ്, ഡെത്ത് എന്നിവയുടെ അടിസ്ഥാനത്തിൽ 10,000-ഓളം വോട്ടർമാരുടെ കുറവ് മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒന്നാണ്. മുത്തച്ഛ, ഈ പ്രാവശ്യം വിഷുവിന് എന്താ പരിപാടി? അതല്ല, വിഷുവായിട്ട് പടക്കം വാങ്ങണ്ട. ഈ വരുന്ന ഏപ്രിൽ 3-ന് ചേലക്കര തോന്നൂർക്കരയിൽ റോയൽ ഗ്രൂപ്പിന്റെ ഒരു പുതിയ ബ്രാഞ്ച് ഓപ്പൺ ആവുന്നുണ്ട്. ഈ പ്രാവശ്യം വിഷുവിന് നമ്മൾക്ക് അവിടെ നിന്നും ആവാം. അപ്പൊ ഈ പ്രാവശ്യം വിഷു അടിപൊളിയല്ലേ?